ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ് പച്ചമുന്തിരി മഖാനയുടെയും കൂടെയുള്ള കറി. മഖാന എന്ന് വെച്ചാൽ ലോട്ടസ് സീഡ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് പച്ചമുന്തിരിയും ഇതേപോലെ കുറച്ച് മഖാനയാണ് നമുക്ക് ആവശ്യം. മഖാന നമുക്ക് ആദ്യമേ മഖാന എന്ന് വെച്ചാൽ ലോട്ടസ് സീഡ് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ പാനിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചെറു തീയിൽ ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്യണം. ഫ്രൈ ആയി എന്ന് മനസ്സിലാക്കാനായിട്ട് ഇതിൻ്റെ ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും. കൂടാതെ ഒരു പീസ് എടുത്ത് നമ്മൾ ഞെക്കി നോക്കിയാൽ അത് പൊടിഞ്ഞും പോകും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു 5-8 കാശ്മീരി മുളക് നമ്മൾ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കുരുവൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 6-7 വെളുത്തുള്ളിയുടെ അല്ലി, പിന്നെ ഒരു 2 കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ച് വയ്ക്കാം. പിന്നെ ഒരു 3/4 കപ്പ് പുളിയില്ലാത്ത തൈര് എടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മിച്ചം ജീരകം പൊടിച്ചത് ഇത് കൊണ്ടിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഒരു 6 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒട്ടും കുറയരുത്, കൂടിയാലും കുഴപ്പമില്ല. കാരണം ഈ കറിയുടെ ഫുൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ നെയ്യിലുണ്ടാക്കുന്നത് കൊണ്ടാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ നമുക്ക് മുഴുവൻ മല്ലി ഒന്ന് ചതച്ച് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മിച്ചം പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ബേ ലീവ്സ് ഇതേപോലെ മുറിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു മീഡിയം സൈസ് 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ഈ സവോള ഈ നെയ്യിൽ കിടന്ന് തന്നെ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു കാരണവശാലും നമ്മളിതിൽ ഓയിൽ ചേർക്കരുത്. നമ്മൾ ഈ കറി നെയ്ക്കകത്ത് തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. അതാണ് ഈ കറിയുടെ ഒരു പ്രത്യേക ടേസ്റ്റ്. അങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ഈ തൈരിൽ നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ഈ മസാലയൊക്കെ തൈരിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ എണ്ണയിലോട്ട് ഇടുന്നത് തന്നെ പെട്ടെന്ന് ആ പൊടികളൊക്കെ കരിഞ്ഞു പോകാതിരിക്കാനാണ്. നമ്മുടെ സവോള നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തൈരിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഈ തൈര് ഒഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും സ്റ്റൗ തീർത്തും ലോ ആയിട്ട് തന്നെ വെക്കണം. അല്ലെങ്കിൽ ഈ നമ്മുടെ തൈര് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെറു തീയിൽ നന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ നമ്മുടെ നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ കാശ്മീരി മുളകിൻ്റെ കൂട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം. നമ്മുടെ നന്നായിട്ട് ചെറു തീയിൽ വെച്ച് വേണം നമ്മുടെ ഈ മസാല തയ്യാറാക്കേണ്ടത്. കണ്ടില്ലേ, നെയ്യെല്ലാം നമ്മുടെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നന്നായിട്ട് മസാല നന്നായിട്ട് വെന്ത് വരുന്നിടം വരെ അങ്ങനെയാണ് പാകം. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഫ്രഷ് ക്രീം വീട്ടിലില്ലെങ്കിൽ നമ്മൾ പാടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവില്ലേ പാലിൻ്റെ, അതിട്ട് കൊടുത്താലും മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി ശരിക്കും ഒത്തിരി ഗ്രേവി കൂടി പോകരുത്. ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ് നമ്മുടെ ഈ കറി ഇരിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഖാന ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മുടെ ഗ്രേവിയൊക്കെ നമുക്ക് കുറവായിട്ട് തോന്നുവാണെങ്കിൽ ഒരു അല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ചൂടൊന്ന് കുറുകി വരുമല്ലോ. എന്നാലൊട്ട് വെള്ളം കൂടി പോവുകയും ചെയ്യരുത്. കാരണം നമ്മുടെ ആ കറിയുടെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കാരണം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഫുള്ളായിട്ട് നമ്മുടെ കസൂരി മേഥിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ഈ മുന്തിരിങ്ങ ഇടുന്നത്. നമ്മുടെ ഈ മുന്തിരി ഇട്ടതിന് ശേഷം പിന്നെ അധികം നേരം തിളപ്പിക്കത്തില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. എന്ന് വെച്ചാൽ അതിൻ്റെ ആ പുറത്തെ സ്കിന്നൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. അതിൽ കൂടുതൽ നമ്മളിത് വെന്തുടഞ്ഞു പോകുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യില്ല. ആ മുന്തിരി അതേപോലെ തന്നെ ഉണ്ടാവണം. മുന്തിരി നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ അളന്നെടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ മഖാന എടുക്കുക. അളവ് ഏകദേശം ഒരുപോലെ ആയിരിക്കണം.
ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ കറി കാണുമ്പോൾ തോന്നും ഇത് ഭയങ്കര മധുരമുള്ള കറിയായിരിക്കുമെന്ന്. ഒരു മധുരമുള്ള കറിയല്ല, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. കൂടാതെ തന്നെ ഈ മുന്തിരിയുടെ കുറേ മധുരവും പുളിയും ഇതൊക്കെ നമ്മുടെ മഖാന, നമ്മുടെ ലോട്ടസ് സീഡ് വലിച്ചെടുക്കുകയും ചെയ്തോളും. അപ്പോൾ എല്ലാം ഒന്ന് നല്ല ബാലൻസ് ആയിട്ടായിരിക്കും ഈ കറിയുടെ ടേസ്റ്റ് ഇരിക്കുക. വളരെ ടേസ്റ്റിയാണ്. കൂടാതെ തന്നെ നല്ല റിച്ച് ഒരു കറിയാണ്. ഇത് ശരിക്കും ചപ്പാത്തി, പൊറോട്ട, അതുപോലെ നാൻ ഇതിൻ്റെയൊക്കെ ഒപ്പം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡെക്കറേഷനായിട്ട് ഞാൻ കുറച്ച് ക്രീമാണ് ഇതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്.